ഹലോ, അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ സ്വന്തം യൂട്യൂബിലേക്ക് ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. കുറേ നാൾ വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് ഫോളോ ചെയ്തവരാണെങ്കിൽ ഫോളോ ചെയ്ത് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ വീണ്ടും സെറ്റപ്പായിട്ട് ചാനൽ കൊണ്ടുവരുന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഇതിനെപ്പറ്റി ഓൾറെഡി ഒരു ഷോർട്ട് ഇട്ടായിരുന്നു. നമ്മുടെ സോണിയുടെ ഒരു ഇയർബഡ്സ് ആണ്. ഇതിൻ്റെ പേര് വരുന്നത് നോക്കി വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. WF-C700N എന്ന് പറയുന്ന മോഡലിലുള്ള ഒരു ഇയർബഡ്സ് ആണിത്. എനിക്കറിയാം മേലെ സോണി എന്ത് ഇങ്ങനത്തെ പേരൊക്കെ ഇടുന്നത്, നീ ഒരുമാതിരി നമ്പറും വേർഡ്സും ഒക്കെ കുറേ ഉണ്ട്. പല ബഡ്സ് 2 എന്നോ ബഡ്സ് പ്രോ എന്നോ ലൈറ്റ് എന്നോ അങ്ങനെ വല്ല ഇട്ടാൽ പോലെ. എന്തായാലും സംഭവം ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. ഞാനിപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസത്തിന് മേലായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബഡ്സ് സോണി ബഡ്സ് തുടങ്ങിയേക്കാം ഇപ്പം. സാധനം വേണ്ട ഇതാണ്. ഇത് ഞാനിപ്പോൾ കേസ് ഇട്ടേക്കുകയാണ്. ഒരു വൈറ്റ് കേസാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ആണ്. വൈറ്റ് കേസ് അകത്ത് തുറക്കുമ്പോൾ ബ്ലാക്ക് നല്ല രസമില്ലേ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസ് വാങ്ങിച്ചിട്ടത്. ആദ്യം തന്നെ ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഡീറ്റെയിലോട്ട് വരാം. ബോക്സ് തുറക്കുമ്പോഴേ നമുക്ക് ചെറിയൊരു പെട്ടി കാണാനായിട്ട് പറ്റും. അതിനകത്ത് QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. iOS-ലും ആൻഡ്രോയിഡിലും ഉണ്ട്. പിന്നെ ആ ഒരു ബോക്സിനകത്ത് വരുന്നത് യൂസർ മാനുവലും ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു USB-A to USB Type-C കേബിളും പിന്നെ എക്സ്ട്രാ ആയിട്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള 2 ഇയർബഡ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇയർഫോൺ കൂടാതെ നമ്മുടെ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതൊരു റോൾ ടൈപ്പ് ഡിസൈൻ ആണ്. സംഭവം പിടിക്കാനൊക്കെ നല്ല സുഖമൊക്കെ ഉണ്ട്. ചെറിയ ഒരു കോമ്പാക്ട് സൈസും കാര്യങ്ങളൊക്കെയാണ്. കേസിന്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ചാർജിങ് പോർട്ട് കാണുന്നത്. Type-C ചാർജിങ് പോർട്ടാണ്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കേസ് റീസെറ്റ് ചെയ്യാനും ഒക്കെയാണ് ആ ഒരു സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് ചെറിയൊരു LED കൊടുത്തിട്ടുണ്ട്. ഈ ഒരു LED നമുക്ക് റെഡ് ആകുമ്പോൾ ചാർജ് കുറഞ്ഞു, ഗ്രീൻ ആണെങ്കിൽ ചാർജ് ഉണ്ട്. പിന്നെ ഇയർബഡ്സ് വരുന്നത് ഈ ഒരു ടൈപ്പാണ്. ഇന്നിയർ ഇയർബഡ്സ് ആണ്. അതായത് സ്റ്റെമ്മും കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ അത്യാവശ്യം നല്ല ടൈറ്റായിട്ടൊക്കെ ഇരുന്നോളും. പക്ഷേ ചില ടൈമിൽ ഇങ്ങനെ ഊരി പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ചില ടൈമിൽ വെച്ച പോലെ തന്നെ അവിടെ തന്നെ ഇരുന്നോളും, യാതൊരു പ്രശ്നവും ഇല്ല. ചിലപ്പോൾ മാത്രം ഇങ്ങനെ പുള്ളിക്ക് ഒന്ന് ഇറങ്ങി പോകണമെന്നൊക്കെ തോന്നും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്ന ടച്ച് കൺട്രോൾ അല്ല വരുന്നത്, ബട്ടനാണ്. അതായത് ഫിസിക്കലി ഉള്ള ബട്ടനാണ്. സൗണ്ട് കേൾക്കാം, ചെറിയൊരു സൗണ്ട് ഉണ്ട്. ക്യാമറയ്ക്കകത്തോടെ കേൾക്കാൻ ചാൻസ് കുറവാണ്. അപ്പം അങ്ങനത്തെ ഒരു ബട്ടനാണ് ഇതിനകത്ത് കൺട്രോളിങ്ങിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് 1 ഹാൻഡ് കൊണ്ട് തുറക്കാനും അടയ്ക്കാനും ഒക്കെ അടിപൊളിയാണ്. യാതൊരു കുഴപ്പമില്ല. വളരെ ഈസി ടു യൂസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സുകൾ നോക്കാം. iOS-ലും ആൻഡ്രോയിഡിലും ഇത് കോമ്പാക്റ്റ് ആണ്. ബട്ട് iOS-കാർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കോമ്പാക്റ്റ് ആണെന്ന് പറയാം. കാരണം ഇതൊരു iOS അല്ലെങ്കിൽ ഐഫോണെ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ടൈപ്പ് ഇയർബഡ്സ് ആണ് സോണിയുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐഫോൺ ഉപയോഗിക്കുമ്പോഴും നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കിട്ടും. ഐഫോണിലെ സ്പേഷ്യലോടെയും കാര്യങ്ങളൊന്നും കിട്ടത്തൊന്നുമില്ല. പക്ഷേ 360 ഡിഗ്രി ഉള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ ANC വരുന്നുണ്ട്, ആംബിയൻസ് മോഡ് വരുന്നുണ്ട്. ഓവറോൾ സെറ്റാണ്. ഇത് നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ANC ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ANC ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ റൂമിനകത്താണെങ്കിൽ ഫാൻ്റെ നോയ്സും അതുകൊണ്ട് തന്നെ AC ആണെങ്കിൽ AC-യുടെ നോയ്സൊക്കെ കട്ട് ചെയ്യുന്ന ലെവലിലേക്കുള്ള ഒരു ANC കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആണെന്നല്ല, എന്നാൽ തീരെ ഇല്ലെന്നുമല്ല. ANC ഉണ്ടെന്ന് ചോദിച്ചാൽ ANC ഉണ്ട്. നമുക്ക് ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ കട്ടാക്കി ഓഡിയോയ്ക്ക് കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി കിട്ടുന്ന രീതിയിൽ കേൾക്കാനായിട്ട് സഹായിക്കുന്ന ANC ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആംബിയൻസ് മോഡ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പം പുള്ളിക്കാൻ ഇതിനകത്തിരുന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുക. നല്ല രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നല്ലൊരു രീതിയിൽ കേൾപ്പിച്ച് തരുന്നുണ്ട്. പിന്നെ ഓവറായിട്ട് വരുന്ന സൗണ്ടിനെ കുറച്ചായിട്ടും കേൾപ്പിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ANC ആണെങ്കിലും ആംബിയൻസ് മോഡ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇയർഫോൺ നമുക്ക് ഒരേ സമയം 2 ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ലാപ്പിലൊരു സംഭവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫോണിലോട്ട് കോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൾ എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് കണക്റ്റ് ആവും. തിരിച്ച് പിന്നെ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ച് ലാപ്പിലോട്ട് കണക്റ്റ് ആവും. അങ്ങനെ പടപടാന്ന കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. ഇനി നമുക്ക് ആപ്ലിക്കേഷനെ കുറിച്ച് പറയാം. ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് തന്നെ നമുക്ക് 2 ഇയർബഡ്സിലും എത്ര % ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേസിനകത്ത് എത്ര % ചാർജ് ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്.
പിന്നെ ഇതിനകത്ത് നമുക്ക് അഡാപ്റ്റീവ് സൗണ്ട് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഇയർഫോൺ പെരുമാറും. അതായത് നമ്മളിപ്പോൾ അടുത്ത് അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തടത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർഫോൺ തന്നെ കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് വേണ്ട രീതിയിൽ ഇയർഫോൺ കറക്റ്റായിട്ട് ANC ആണെങ്കിലും ആംബിയൻസ് മോഡ് ആണെങ്കിലും സെറ്റാക്കി തരും. ആ സമയത്ത് നമ്മൾ അടുത്തോടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനനുസരിച്ച് നമ്മുടെ ഇയർഫോൺ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അന്നേരം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയോ കൺട്രോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ സൗണ്ടിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആംബിയൻസ് മോഡ്, ANC അല്ലെങ്കിൽ ഓഫ് ആക്കി ഇടാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ആംബിയൻസ് മോഡ് ഏത് ലെവലിലേക്ക് വേണമെന്ന് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇക്വലൈസർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പറ്റുന്നതാണ്. പിന്നെ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇയർഫോണിൻ്റെ ബട്ടൻ്റെ ഫംഗ്ഷനിങ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി കസ്റ്റമൈസിനൊന്നുമില്ല, കുറച്ച് തോതിലൊക്കെ നമുക്ക് കസ്റ്റമൈസും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇയർഫോൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരു ഇയർഫോണിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സൗണ്ട് ക്വാളിറ്റിയാണ് മെയിൻ നോക്കേണ്ടത്. സൗണ്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ്. അതായത് ഒരു സോണിയുടെ പ്രൊഡക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. അതായത് സോണിയുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടല്ലോ, ആ ഒരു ഇത് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ പാട്ട് കേൾക്കുന്നവരോടാണെങ്കിൽ എല്ലാ തോതിലുള്ള പാട്ട്, അതായത് ട്രബിള്, ബാസിന് ബാസ്, പിന്നെന്താ മിഡിന് മിഡ് എല്ലാം കറക്റ്റ് കൺട്രോളിങ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അതായത് ഇയർഫോൺ വെച്ചിട്ട് ഫുൾ ഓഡിയത്തിൽ ഏത് പാട്ട് കേട്ടാലും നമുക്ക് ഇറിറ്റേഷൻ ആവുന്ന രീതിയിലുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, മൈക്കിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈക്കാണ്. അതായത് ഭയങ്കരമാണെന്നും പറയുന്നില്ല, എന്നാൽ തീരെ മോശമൊന്നും പറയുന്നില്ല. അപ്പുറത്തിരിക്കുന്ന ആൾക്ക് നല്ലൊരു വോളിയത്തിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലും കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നെഗറ്റീവായിട്ട് എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ്. ഇയർബഡ്സിൽ നല്ല രീതിയിൽ ബാറ്ററി നിൽക്കുന്നുണ്ട്. 7.5 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. പക്ഷെ ഒരു 6 മണിക്കൂറൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ബാറ്ററി ബാക്കപ്പ് അവിടെ നല്ലോണം കിട്ടുന്നുണ്ട്. ബട്ട് ഒരു കേസിനകത്ത് ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ ഒരു 2 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാറ്ററി തീർന്നു കിട്ടും. പിന്നെ രണ്ടാമതായിട്ട് ഇത്രയും നമ്മൾ ഒരു പ്രൈസ് കൊടുത്തിട്ടും ഇതിനകത്ത് വയർലെസ് ചാർജ് കിട്ടുന്നില്ല. ഈ 2 നെഗറ്റീവാണ് എനിക്ക് മെയിനായിട്ടും ഈ ഒരു ഇയർഫോണെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. ബാക്കി നെഗറ്റീവായിട്ട് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ വാട്ടർ റെസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സീനൊന്നുമില്ല. അത്യാവശ്യമുള്ള വേർപ്പും ചെറിയ മഴത്തുള്ളികളൊക്കെ സംഭവം കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ അടിച്ചു പോകുന്നതാണ്. അപ്പം നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ചില സമയത്ത് 7,500 ഓഫർ വന്ന് കിടക്കുന്നത് കാണാം. എന്തായാലും ഇത് വാങ്ങാനുള്ള ലിങ്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. വേണ്ടവർക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ. ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ചാനൽ ഫോളോ ചെയ്യണം കേട്ടോ, മറക്കല്ലേ. എല്ലാവരും ചാനൽ ഫോളോ ആയിട്ടേ പോകാവൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.